ക്രിസ്മസ് എല്ലാവർക്കും എവിടെ എത്തി വീട്ടുപടിക്കൽ എത്തിയിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ അതിൻ്റെ കുറച്ച് കുഞ്ഞി കുഞ്ഞി തിരക്കും വിശേഷങ്ങളൊക്കെ പറഞ്ഞുതരാം കേട്ടോ, കാണിച്ചു തരാം. അപ്പോൾ 3 കിലോ കേക്ക് ഉണ്ടാക്കാനുള്ള ബാറ്ററാണ് ഇപ്പോൾ തയ്യാറാക്കാൻ പോകുന്നത്. 3 കപ്പ് മൈദ എടുത്ത് ജസ്റ്റ് അങ്ങോട്ട് സീവ് ചെയ്ത് വെച്ചാൽ മതിയല്ലോ. ബേക്കിംഗ് പൗഡറോ സോഡയോ ഒന്നും ചേർക്കണ്ട, അതൊരു വലിയ സമാധാനം. ജസ്റ്റ് എടുക്കുക, 3 കപ്പ് ഫ്ലോർ എടുക്കുക, അത്ര തന്നെ. അപ്പോൾ ഇന്നത്തെ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പ്ലം കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ രാവിലെ തൊട്ട് ഉച്ചവരെ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനിയും ചെയ്യാനുണ്ട് കേട്ടോ. അതുപോലെ ഇനിയിപ്പോൾ എന്താ, അതൊക്കെ കൊറിയർ ചെയ്യാനാണ് കൂടുതലും ഉണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ ഇതൊക്കെ നമ്മളൊരു ഉച്ചയാകുമ്പോഴത്തേക്ക് ചെയ്ത് വെച്ചാൽ ഇത് ശരിക്കും ഒരു ട്രിപ്പിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളായിരിക്കും ചിലർക്ക്. പക്ഷേ എൻ്റെ ഓവൻ നിങ്ങൾക്ക് അറിയാലോ, പണി കിട്ടി കിടക്കല്ലേ. അപ്പോൾ ഒരു കുഞ്ഞി 30 ലിറ്ററിൻ്റെ എങ്ങാണ്ടാന്ന് തോന്നുന്നു, ഒരു 10 ഇഞ്ചിൻ്റെ ഒറ്റ ടിന്ന് മാത്രം പോകുന്ന ഒരു ഓവനാണ് എൻ്റെ അടുത്ത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മളിതാ എല്ലാം സെറ്റാക്കി വെച്ചു. ഓരോ ബേക്കിംഗ് കഴിയുമ്പോഴും ഇതുപോലെ ഓവൻ ചൂടായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് അടുത്ത ബാച്ച് അടിക്കാൻ വേണ്ടിയിട്ട് പാത്രങ്ങൾ അപ്പം തന്നെ കഴുകി ഓവൻ്റെ മേലെ വെച്ചിട്ട് ഇങ്ങനെ ഉണക്കി എടുത്തുകൊണ്ടിരിക്കും കേട്ടോ. അപ്പോൾ തന്നെ ഇങ്ങനെ കഴുകും, എന്നിട്ട് ഉണക്കി എടുക്കുകയാണ്. ഇനി നമ്മൾ 3 കിലോ കേക്കിൻ്റെ ബാറ്ററാണെന്ന് പറഞ്ഞല്ലോ, അതിന് എത്ര മുട്ട വേണം? 12 മുട്ട, 3 12 അങ്ങനെ. അപ്പോൾ അതൊക്കെ ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കുഞ്ഞൂസ് ഞാനും മാത്രമാണല്ലോ, യുദ്ധക്കളമാണ് ഞങ്ങളെ അടുക്കള. അപ്പോൾ അവളെ വാശി കൂടുന്നൊരു ടൈമാണ്. കാരണം നമ്മൾ ബിസി ആകുമ്പോൾ, സാധാരണ അമ്മമാർ ബിസി ആകുമ്പോൾ മക്കൾക്ക് ഭയങ്കര ഇറിറ്റേറ്റഡ് ആവും. അവർ പറയുന്നത് കേൾക്കണം, അവരെ കൂടെ കളിക്കണം, ഇതൊക്കെയല്ലേ അവർക്ക് ഇഷ്ടം. അങ്ങനെ ബാറ്ററൊക്കെ അടിച്ചുകൊണ്ടിരിക്കുക. ഈ വീഡിയോ ആണ് ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതെങ്കിൽ അവരോട് പറയാം, നമ്മൾ ബേക്കിംഗ് പൗഡറും ബേക്കിംഗ് സോഡയും ചേർക്കാത്ത സ്പഞ്ചാണ് ഉണ്ടാക്കാറുള്ളത്. അതിന് ഡീറ്റെയിൽഡ് വീഡിയോ, ഈ ഒരു സ്പഞ്ചെന്ന് മാത്രമല്ല ഏത് സ്പഞ്ച് ചെയ്യുമ്പോഴും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. ദയവായിട്ട് സ്ഥിരം കാണുന്ന ആൾക്കാർ ചെവി പൊത്തിക്കോ, ഇത് പറയോ. എപ്പോഴും എല്ലാ വീഡിയോയിലും ഞാനിതന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമല്ലേ. കുഴപ്പമില്ല, കാണാത്തവരും കാണട്ടെ എന്ന്, പാവല്ലേ. ഇനിയിപ്പോൾ നമ്മൾ ആ 12 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. അതിൻ്റെ എഗ് വൈറ്റും എഗ് യോക്കും സെപ്പറേറ്റ് ചെയ്തിട്ടാണ് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. പിന്നെന്താ, 1/4 കപ്പ്, 1 കിലോന് 1/4 കപ്പ് വെച്ചിട്ട് 3 തവണ 1/4 കപ്പ് എടുത്തിട്ട് പഞ്ചസാര പൊടിച്ചത് ചേർത്തിട്ടുണ്ട്. കോഴിമുട്ടയുടെ ഉണ്ണികൾ പിന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ചേർക്കുന്നത് എന്താ, 3 ടീസ്പൂൺ വാനില എസൻസ്, പൈനാപ്പിൾ എസൻസ്, മിൽക്ക് എസൻസ്. ഇത്രയും എസൻസ് ഒന്നും നിർബന്ധമില്ല കേട്ടോ, വാനില എസൻസ് മാത്രം ചേർത്താൽ മതി. വൈറ്റ് ഫോറസ്റ്റിൻ്റെ കേക്കാണ് നമുക്ക് ആവശ്യമുള്ളത്. അത് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചെയ്ത് കഴിഞ്ഞതും സംഭവം കണ്ട, ഇത്രയും നിറഞ്ഞപ്പോൾ ഞാനത് ഇതിലും വലിയ പാത്രമാണെന്ന് വിചാരിച്ചിട്ട് വേറൊരു ഡബറയിലേക്ക് ആക്കിയിട്ടോ. സംഭവം അവർ ഷേപ്പിൽ മാത്രമേ വ്യത്യാസം ഉണ്ടായിരുന്നുള്ളൂ, ഉള്ളടക്കം എല്ലാം ഒന്ന് തന്നെ. അപ്പം ഞാൻ വീണ്ടും തിരിച്ച് ഇതിലോട്ടാക്കി പകുതി ആക്കി എടുത്തിട്ടുണ്ട്. ഇങ്ങനെയൊന്നും ചെയ്യുമ്പം ഇത് ഫ്ലഫിനെസ് താഴ്ന്നു പോവും, അങ്ങനത്തെ പ്രശ്നമൊന്നും ഈ ഒരു കേക്കിനില്ല കേട്ടോ. പേടിക്കുകയേ വേണ്ട, ടെൻഷൻ ഫ്രീ ആയിട്ടാണ് നമ്മളിത് ചെയ്യുക. അതുപോലെ ഇതിൻ്റെ ഫ്ലോർ, നമ്മൾ എത്ര ബാറ്റർ ഏതിലൊക്കെ അളവൊന്നും കറക്റ്റ് അറിയില്ല, എല്ലാം ഒരു മനക്കണക്കാണല്ലോ. അങ്ങനെ ഫ്ലോർ കുറച്ചൊരു ബാറ്റർ കണക്കാക്കിയിട്ട് നമ്മൾ ഇതിലേക്കും കുറച്ചിട്ടു, മറ്റേതിലേക്ക് കുറച്ചിട്ടു, എല്ലാം കൂടെ ഒരു കലവിലയാണ് സംഭവം. അപ്പോൾ പിന്നെ ഞാൻ വിചാരിച്ചു, ഇനിയിപ്പം ഫ്ലോർ ഏതിലെങ്കിലും കൂടുകയോ കുറയുകയോ ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ കേക്കിൻ്റെ ടെക്സ്ചറേ മാറിപ്പോവും. അതുകൊണ്ട് ഇങ്ങനെ 2 എണ്ണത്തിൽ വെച്ചിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അതെല്ലാം കൂടെ ഒന്നിച്ചാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ആ പാത്രത്തിൽ ഒതുങ്ങും. കാരണം ഈ ഫ്ലോറും കൂടെ ഇടുന്ന സമയത്ത് ആദ്യം ഉണ്ടായിരുന്ന അത്രയും ഹൈറ്റിൽ ഉണ്ടാവില്ല ഇതിൻ്റെ ബാറ്റർ, കുറച്ചും കൂടെ ഒന്ന് താഴുമല്ലോ, കുറച്ചൊരു തിക്നെസ്സിൽ അങ്ങനെ. പിന്നെ ഇതിൽ പാലൊക്കെ ചേർത്തിട്ടുണ്ട് കേട്ടോ. റെസിപ്പി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ വളരെ 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 വിശദമായിട്ട് നമ്മൾ ആ വീഡിയോ ചെയ്തിട്ടുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അത് കാണാത്തവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് കണ്ടോക്കണം. ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആരാണെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലിൽ ഞാൻ ആകെ ആ ഒരു വീഡിയോയും പിന്നെ ഐസിങ്ങിൻ്റെ ഒരു പെർഫെക്ഷൻ്റെ വീഡിയോയും മാത്രമാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് കാണാൻ പറയുള്ളൂ. ബാക്കി നിങ്ങൾക്കൊക്കെ ഇഷ്ടമുണ്ടെങ്കിൽ താല്പര്യം ഉണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് കണ്ടു നോക്കും, അത്രയേ ഉള്ളൂ. പക്ഷേ ഇത് കണ്ടാൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എനിക്ക് ഉറപ്പുണ്ട്, അതുകൊണ്ടാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആദ്യത്തെ കുറച്ച് ബാറ്റർ നമ്മൾ ഏതിലാണ് ഒഴിച്ചത്, 10 ഇഞ്ചിൻ്റെ ടിന്നിൽ ഒഴിച്ചു വെച്ചു. പിന്നെ ഒന്ന് 8 ഇഞ്ചിൻ്റെ ടിന്നിൽ ഒഴിച്ചു വെച്ചു. അപ്പോൾ 2 കിലോ 1 കിലോ അങ്ങനെയാണേ. അപ്പോൾ ഇത് സ്റ്റൗ ടോപ്പിലാണ് 1 കിലോ വെച്ചിട്ടുള്ളത്, 10 ഇഞ്ചിൻ്റെത് ഓവനിലും വെച്ചിട്ടുണ്ട്. അതിനിടയ്ക്ക് നമ്മൾ ബേക്ക് ചെയ്ത് വെച്ച കുറേ കേക്ക് ഉണ്ടല്ലോ, ഇതെല്ലാം ഫാനിട്ട് നന്നായി തണുത്തതിന് ശേഷം കവർ ചെയ്തെടുക്കുകയാണ്. ഇതൊക്കെ കൊറിയർ ചെയ്യാനുള്ളതാണേ. DTDCയിൽ പെട്ടെന്ന് ഞാൻ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് 4:45 ഞാനിങ്ങനെ ഇരിക്കുക. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നു, അയ്യോ ഇതൊക്കെ കൊടുക്കാനുണ്ടല്ലോ, പാക്ക് ചെയ്യാനൊന്നും സമയമില്ല ശരിക്കും. അയ്യോ ഇത് ഈ സമയത്ത് എന്ത് ചെയ്യും എന്നായിപ്പോയി. അപ്പം തന്നെ ഞാൻ DTDCയിൽ മാമി ഉണ്ട് കേട്ടോ. അപ്പോൾ മാമീനെ വിളിച്ച് പറഞ്ഞു, മാമി പോവല്ലേ, കുറച്ച് നേരം ഒന്ന് വെയിറ്റ് ചെയ്യണം. അവർ 5 മണി വരെ ഉണ്ടാവുള്ളൂ അവിടെ ഷോപ്പിൽ.
അപ്പോൾ ഞാൻ പറഞ്ഞു കുറച്ച് നേരം ഒന്ന് എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം, ഞാനിത് ആ സാധനങ്ങളൊക്കെ കൊണ്ടുവരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് എല്ലാം കൂടെ എന്താ പറയുക ചട്ടപടയെന്ന് പറഞ്ഞിട്ടാണ്. ശരിക്കും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിനെ 4x എന്ന് പറഞ്ഞിട്ട് സ്പീഡിലിടൂലേ, അതേ മെത്തേഡിലാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാനിത് 4:55 ആ ഒരു സമയം, ഇനിയിപ്പോൾ 5 മിനിറ്റ് കൊണ്ട് എങ്ങനെയാണ് ഇത്രയും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് അഡ്രസ്സ് എഴുതി അവിടെ എത്തിക്കാം. അതിനിടയ്ക്ക് ഒരു ഡ്രീം കേക്കും ഉണ്ട് നമുക്ക് കൊറിയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അതെല്ലാം സെറ്റാക്കി ശരിക്കും നമുക്കൊക്കെ ഇത്രയും സ്പീഡുണ്ടെന്ന് അങ്ങനത്തെ സാഹചര്യത്തിൽ മനസ്സിലാവും കേട്ടോ. അപ്പോൾ എനിക്കെന്തായാലും ഇനിയിപ്പോൾ ഡ്രസ്സൊക്കെ ഒരുങ്ങി പുറപ്പെട്ട് ടൗണിലേക്ക് പോകാൻ പറ്റില്ല. ആ ഒരു കോലത്തിലാണ് ഞാൻ ഉള്ളത്. ഇത് തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായല്ലോ. അപ്പോൾ ഞാൻ ഏട്ടൻ്റെ മോളെ വിളിച്ചിട്ട് അവളെയും എൻ്റെ മോനെയും കൂടെ പറഞ്ഞു വിട്ട്. അവരോട് ഞാൻ പറഞ്ഞു പറന്നോ, നടക്കണ്ട ഓടണ്ട, പറന്നു കേട്ടോ. അങ്ങനെ ഇവർ അഡ്രസ്സൊക്കെ ഞാൻ ജസ്റ്റ് എഴുതി വെച്ചിട്ടുള്ളൂ. ഈ പാക്കിംഗ് മാത്രമല്ല കേട്ടോ, അത് അവരവിടുന്ന് വേറെ പാക്കിംഗ് ചെയ്തോളാം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റായി. അതിനുശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി അജ്ഫാനിൽ പോയി കുറച്ചും കൂടെ ഡ്രൈ ഫ്രൂട്ട്സ്, റമ്മ് കാര്യങ്ങളൊക്കെ വാങ്ങി. നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിട്ടുള്ളതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഫുഡെല്ലാം കഴിച്ച് വീട്ടിലെത്തിയിട്ട് ചെയ്യുന്ന സമയത്ത് കണ്ടോ കുരുത്തക്കേട്. അപ്പി കേക്ക് പോടന്ന്. നമ്മളിപ്പോൾ ഈ ഒരു രാത്രി സമയത്ത് വീട്ടിലെത്തുമ്പോഴത്തേക്കും ടൗണിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് തിരിച്ച് വീട്ടിലെത്തുമ്പോഴത്തേക്കും 10 മണി 10:15 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീട് ബാക്കി എല്ലാവരും കിടന്നുറങ്ങി, ഞാനും മോളും കൂടെയാണ് ഇരുന്നിട്ട് ബാക്കി എല്ലാ പണിയും. ഇവിടെ ഭയങ്കര ഉറക്കിൻ്റെ കാര്യത്തിൽ ഭയങ്കര അലർജിയാണ് ഇവൾക്ക്, ഉറങ്ങൂല. അപ്പോൾ ഞാൻ എത്രത്തോളം ഇരിക്കുന്നു, അല്ലെങ്കിൽ പകലൊന്നും ഉറങ്ങിയിട്ടില്ല കേട്ടോ. എന്നിട്ട് ഞാൻ ആ 12:30 1 മണി വരെ ചെയ്യുന്ന അത്രയും സമയം ഇവളും കൂടെ ഇരുന്നിട്ട് ചെയ്യാണ്. അപ്പോൾ ഞാൻ പിന്നെ എനിക്ക് ഇനിയും വേറൊരു കേക്കും കൂടെ, നമ്മളൊരു 1 kg ടിന്നിൽ ചെയ്തില്ലേ, ആ കേക്കും കൂടെ അത് അല്ല ശരിയാണല്ലോ, വാഞ്ചോ കേക്ക് വേറെ ചെയ്യാനുണ്ട് കേട്ടോ. ശടാ, അപ്പോൾ അതൊക്കെ ചെയ്യാനുണ്ട്. പക്ഷെ അത് ഞാൻ ചെയ്തില്ല. കാരണം ഞാൻ പുലർച്ചെ വരെ ഇരിക്കുമെങ്കിൽ ഇവളും എൻ്റെ കൂടെ ഇരിക്കും. അവൾക്കങ്ങനെ ഉറങ്ങണമെന്നോ അങ്ങനത്തെ വാശി പിടിക്കൊന്നുമില്ല കേട്ടോ. കൂടെ വാ അമ്മ വാ ഉറങ്ങണം എന്നൊന്നും പറയില്ല. ഇവിടെ ഇരുന്നിട്ട് ഭയങ്കര കഥയാ. ആണോ? കള്ളം നോക്കൂല. എന്തിനാ ഈ ഉറങ്ങാൻ നേരം രാത്രി എല്ലാവരും ഉറങ്ങുമ്പോൾ രണ്ടാൾ മാത്രം അങ്ങനെ എണീച്ചിരിക്കുമ്പോൾ കള്ളൻ്റെ കഥ പറയുന്നത്? നമ്മൾ കാക്കേണ്ടേ തന്നെ കഥ പോലെ. അത് ഇന്നലെയല്ല ഇന്ന് രാത്രി പയ്യണ്ട. എന്നിട്ട് എന്താക്കൂ? കടിക്കോ? എനിക്കറിയില്ല, നീ അല്ലേ കഥ പറയുന്നത്. ഇനിയിപ്പം ഈ ഒരു കേക്കിൻ്റെ ഡിസൈനും ഫൈനൽ ലുക്കും ഞാൻ ലാസ്റ്റ് ഫോട്ടോ ഇടാം. ബാക്കിയുള്ള കേക്കിൻ്റെ വീഡിയോസും ഡീറ്റെയിൽസും കാര്യങ്ങളും വിശേഷങ്ങളൊക്കെ നാളെ പറ്റുകയാണെങ്കിൽ ഇടാം കേട്ടോ. പക്ഷേ വീഡിയോ എഡിറ്റിങ്, കമൻറ്റിന് റിപ്ലൈ കൊടുക്കൽ എല്ലാം കൂടെ ഒരു ഹറിബറിയാണ്. പക്ഷേ നല്ല രസമുണ്ട് കേട്ടോ. ബായ്.